എനിക്ക് മടുത്തു. ജീവിതം തന്നെ മടുത്തു. എന്തിനാ ഇങ്ങനൊരു ജീവിതം? ഒരു നിമിഷം പോലും സന്തോഷമില്ല. ഞാൻ മരിച്ചാലും ആർക്കും ഒരു വിഷമവും ഉണ്ടാവില്ല. എല്ലാവർക്കും സന്തോഷമായിരിക്കും. ഇന്ന് തന്നെ എല്ലാം അവസാനിപ്പിക്കാം. എന്താടി അവനെ നീ വിചാരിച്ചേ? എന്റെ മോനെ തട്ടിയെടുക്കാമെന്നോ? ഞാൻ പറയുന്നത് മാത്രമേ അവൻ അനുസരിക്കൂ. ഞാൻ കഴിഞ്ഞേ വേറെ ആരുമുള്ളൂ അവന്റെ ജീവിതത്തിൽ. എന്റെ മകന്റെ ജീവിതത്തിൽ നിന്ന് നിന്നെ എങ്ങനെയെങ്കിലും എനിക്ക് അകറ്റണം. അതിനുവേണ്ടി എന്ത് വൃത്തികെട്ട കളിയും ഞാൻ കളിക്കും. അതിനായിട്ട് നിന്നെ കൊല്ലാൻ പോലും എനിക്ക് മടിയില്ല. അമ്മ എന്താ ഒറ്റയ്ക്ക് നിന്ന് പറയുന്നേ? ഏയ് ഒന്നുമില്ല മോനെ, ഞാൻ വെറുതെ എന്തൊക്കെയോ പറയുമായിരുന്നു. മോൻ ഇവിടെ ഇരിക്കെ, ഞാൻ ബദാം കലക്കിയ പാല് കൊണ്ടുവരാം. അതൊന്നും വേണ്ടമ്മേ, ഇപ്പൊ ചായ കുടിക്കുന്ന സമയമല്ലേ, എനിക്ക് ചായ മാത്രം മതി. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റൂല. ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസാ. എവിടെയും പോവല്ലേ, അമ്മ ഇപ്പൊ പോയി എടുത്തിട്ട് വരാം. ഈ അമ്മയുടെ ഒരു കാര്യം, പാലൊക്കെ കുടിക്കാൻ ഞാനത് ചെറിയ കുട്ടിയാണോ? അമ്മനെ വെറുതെ ഓരോന്ന് അമ്മയെ കുറിച്ച് പറയും. അമ്മ ഒരു പാവമല്ലേ, അവൾക്കിന്ന് നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരിക്കലും അവൾ ഇങ്ങനെയൊന്നും പറയില്ല. അമലെ കാണുന്നില്ലല്ലോ, കിടന്ന് കരയുമായിരിക്കും. ഇന്ന് നീ കിടന്ന് കരയും, നാളെ നീ നിന്ന് കരയും, ഇനി നീ കരഞ്ഞുകൊണ്ടേയിരിക്കും. അതായിരിക്കും നിന്റെ വിധി. നിന്നെ എന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നത് വരെ ഈ ശ്രീലതാ ദേവിക്ക് വിശ്രമമില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതിലൊരു മാറ്റവുമില്ല. നീ ചത്താ പോലും നിന്നോടുള്ള പക എനിക്ക് തീരില്ലടി. ഇവരുടെ വീട്ടിലെ പണിയെടുത്തതിന് നടുപൊടിയും. പൈസ തരുന്നത് കൊണ്ട് എന്ത് ജോലി എടുപ്പിക്കാമെന്ന് ഇവരൊക്കെ വിചാരിക്കുന്നത്. ഞങ്ങൾക്കും ഈ നാട്ടിൽ അസോസിയേഷനൊക്കെ ഉണ്ട്. ഒരു പരാതി കൊടുത്താൽ മതി. പിന്നെ ഞാൻ വേണ്ടാന്ന് വിചാരിച്ചിട്ടാ. രാമേട്ടാ. അല്ല, ഇതാരാ? അമലക്കുഞ്ഞോ? എന്താ മോളെ കാര്യം? ചേട്ടാ, ഇവിടെ ഭയങ്കര എലിശല്യോ. അടുക്കളയിൽ സാധനം ഒന്നും വെക്കാൻ പറ്റുന്നില്ല. ചേട്ടൻ പോയിട്ട് കുറച്ച് എലിവിഷം വാങ്ങിച്ചോണ്ട് വരോ? പൈസ ഞാൻ തരാം. അയ്യോ, അതൊന്നും എന്നോട് പറഞ്ഞാ പോരായിരുന്നോ? മോൾ അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ ചെയ്തോളാം. ഇയാള് വിഷം മേടിച്ചോണ്ട് വന്നാൽ എനിക്കെന്താ കാര്യം? എനിക്ക് മരിക്കാൻ വേണ്ടിയിട്ടല്ലേ വിഷം. അതൊന്നും വേണ്ട ചേട്ടാ. ചേട്ടൻ ഇവിടെ തന്നെ കുറെ പണിയില്ലേ, വിഷമൊക്കെ ഞാൻ വെച്ചോളാം. ചേട്ടൻ വിഷം മേടിച്ചോണ്ട് വന്നാൽ മാത്രം മതി. ഞാൻ കുറച്ച് കഴിഞ്ഞ് മാർക്കറ്റിൽ പോകുന്നുണ്ട്, അപ്പൊ വാങ്ങിക്കൊണ്ട് വരാം. എടി, നിനക്കെന്താടി അവനോട് കാര്യം? വീട്ടിലെ പണിക്ക് വരുന്നവനോട് എന്താടി നിനക്ക് മിണ്ടാനുള്ളേ? നീ അത്രക്കാരിയായിരുന്നോ? ദേ തള്ളെ, സൂക്ഷിച്ച് സംസാരിച്ചോ. ഞാൻ നിങ്ങളെപ്പോലെ അത്ര അലവലാതിയൊന്നുമല്ല. അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ കുറച്ചു പേർക്കൊരു വിചാരമുണ്ട്, ഒരു പെണ്ണൊരു ആണിനോട് മിണ്ടിയാല് അതെന്തോ വലിയ കുറ്റമാണെന്ന്. അതൊക്കെ മാറ്റിക്കളയേണ്ട സമയം കഴിഞ്ഞു. നീ എന്നെ ശരി നല്ലതൊന്നും പഠിപ്പിക്കണ്ട. വീട്ടിലെ പെണ്ണുങ്ങൾ പണിക്ക് വരുന്ന ആണുങ്ങളോട് മിണ്ടുന്നതൊന്നും എനിക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ പോയി കേസ് കൊടുക്ക്. അല്ല പിന്നെ ചീറ്റിപ്പോയി. ഞാൻ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. ഇത് വെച്ചിട്ട് പുതിയ കഥ എന്തെങ്കിലും ഉണ്ടാക്കിയാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും കേട്ടോ. പോടി, ചിലക്കത് അകത്ത് കയറി പോടി. അവൾ എന്റെ വീട്ടിൽ കിടന്നിട്ട് എന്റെ നേരെ വലിയ ആള് കളിക്കുന്നു.